അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക കലയെക്കുറിച്ചും അതിൻ്റെ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ചും ഇസ്ലാമിക ലോകത്ത് വിശാലമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ പിന്നീട് മുസ്ലിം ലോകങ്ങൾ ഭരിച്ച വിവിധ ഭരണകർത്താക്കളും അവരുടെ കീഴിൽ രൂപപ്പെട്ട കലാപരമായ സൃഷ്ടികളും കലയുടെ വിവിധ ഭാഗങ്ങളാവട്ടെ, ബിൽഡിങ്ങുകളുടെ കെട്ടിടങ്ങളുടെ ആർക്കിടെക്ചറിൻ്റെ രീതികളാവട്ടെ, എല്ലാത്തിലും ഒരു തനതായ ഇസ്ലാമിക രീതി കീപ്പ് ചെയ്യാൻ, സൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഉമയ്യ ഖിലാഫത്ത് മുതൽ ഖുലഫാഉർ റാഷിദയുടെ കാലം കഴിഞ്ഞ് ഉമയ്യ ഡൈനാസ്റ്റി മുതൽ അബ്ബാസി ഡൈനാസ്റ്റിയും അതുവരെയുള്ള കാലഘട്ടത്തെ പൊതുവെ ഏർലി പീരീഡ് എന്നൊക്കെയാണ് ഈ ആർക്കിടെക്ചറിൻ്റെ ചരിത്രങ്ങളിൽ വായനകളിൽ പറയാറ്. 10ാം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഏകദേശം 17-18 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ മിഡിൽ ഏജ് പീരീഡായിട്ടും പിന്നീട് വന്ന അവസാനത്തെ പുതിയ മോഡേൺ കാലഘട്ടങ്ങളുമായിട്ടാണ് ഇതിനെ വേർതിരിക്കാറുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വിവിധ രീതികളിലൂടെ ഇസ്ലാമിൻ്റെ കല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വ്യത്യസ്ത വായനകളും രീതികളും രൂപപ്പെട്ടിട്ടുണ്ട്. അത് പ്രധാനമായും റിഫ്ലക്റ്റ് ചെയ്യുന്നത് പള്ളികളിലൂടെയും മദ്രസകളിലൂടെയും ഖാൻഖാകളിലൂടെയും ദർഗകളിലൂടെയും ഇതുപോലെ മത കേന്ദ്രീകൃത ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക അല്ലെങ്കിൽ ചിഹ്നങ്ങളിലൂടെ നിലനിൽക്കുന്നതാണ് നല്ലൊരു ശതമാനം ആർക്കിടെക്ചറിൻ്റെ മാനങ്ങൾ. പൊതുവെ അബ്ബാസി ഭരണകൂടത്തിൻ്റെ കാലത്ത് തുടക്കത്തിൽ തന്നെ ഉമയ്യ ഭരണകൂടം സ്പെയിനിൽ തുടങ്ങിയ സമയത്ത് ഏകദേശം 756 മുതൽ 1492 വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്പെയിനിൽ മുസ്ലിങ്ങൾ വിവിധ ഘട്ടങ്ങളായി വിവിധ ചെറുതും വലുതുമായ രാജവംശങ്ങളായി അവിടെ ഭരിച്ചിരുന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ അവിടെ രൂപപ്പെട്ട അറബുകളും അതുപോലെ തന്നെ വെസ്റ്റേൺ കൾച്ചറിൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട രീതിയിൽ നിർമ്മിക്കപ്പെട്ട കലയും ആർക്കിടെക്ചറുമെല്ലാം മൂറസ്ക് എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. പൊതുവേ നമ്മൾ അറബ് കേന്ദ്രീകൃതമായ ഡെക്കറേറ്റഡായ രീതികളെ അറബസ്ക് എന്നുമാണല്ലോ വിളിക്കാറുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാം ചെന്ന ഭാഗങ്ങളിലും അവിടങ്ങളിൽ അധികാരം ലഭിച്ച ഭാഗങ്ങളിലുമെല്ലാം നേറ്റീവായ ലോക്കലായ കൾച്ചറും ട്രഡീഷനും അവരുടെ ആർട്ടിലും ആർക്കിടെക്ചറിലും ശക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിലെ മതസ്ഥാപനങ്ങളും മസ്ജിദുകളുമെല്ലാം ഇന്ത്യയുടെ തന്നെ കൾച്ചറിൻ്റെ നല്ലൊരു സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ വാസ്തുവിദ്യയുടെ പല ചിഹ്നങ്ങളും ഇപ്പോഴും നമ്മുടെ പള്ളികളിലും മദ്രസകളിലും മതസ്ഥാപനങ്ങളിലുമെല്ലാം വ്യക്തമാണ്. അതുപോലെ തന്നെ ഇറാൻ, സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ ഇറാനിയൻ കൾച്ചറിൻ്റെ നിലനിന്നിരുന്ന സാസാനി പഹ്ലവി കൾച്ചർ, ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആർക്കിടെക്ചറിൻ്റെ രീതികൾ, കുബ്ബകൾ, മിനറേറ്റുകൾ ഇന്നും അതേപടി നിലനിൽക്കുന്നതായി കാണാം. ശക്തമായ ഇസ്ലാം വന്നതിന് ശേഷവും അവരുടെ ആർക്കിടെക്ചറിൽ അത് തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ മംഗോളിയൻ ഭാഗത്തും ഇൽഖാനീദ് ഭരണകാലഘട്ടത്തിലും തിമൂരി ഭരണകാലഘട്ടത്തിലും ഉസ്മാനി ഖിലാഫത്തിൻ്റെ 1300 മുതൽ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം വരെ ഭരിച്ചിരുന്ന ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലും
ഈ പറയുന്ന മംഗോളിയൻ, തുർക്കിഷ്, വെസ്റ്റേൺ ആർക്കിടെക്ചറുകളുടെ ശക്തമായ ഇൻഫ്ലുവൻസ് നമുക്ക് അവിടങ്ങളിൽ വ്യക്തമാണ്. 1453 സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് സെക്കൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന സമയത്ത് അയാ സോഫിയം സ്വാഭാവികമായും ഭരണത്തിൻ്റെ കീഴിൽ വരികയും ചെയ്തിരുന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് വന്ന നല്ലൊരു ശതമാനം ആർക്കിടെക്ചേഴ്സ് എല്ലാം, ഈ പറയുന്ന ശില്പികളെല്ലാം, മുസ്ലിം ലോകത്തെ ഖിലാഫത്തിന് കീഴിലുള്ള ശില്പികളെല്ലാം അയാ സോഫിയയെ ഒരു മാതൃകയായി സ്വീകരിച്ച ചരിത്രങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സലീമിയ മസ്ജിദ് ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ മ്യാമാർ സിനാൻ ഹയാ സോഫിയേക്കാളും വലിയ കുബ്ബ പണിഞ്ഞു എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ചരിത്ര സംഭവങ്ങളൊക്കെയുണ്ട്. അതായത് ഹയാ സോഫിയയെ ഒരു സ്കെയിലായി മുന്നിൽ വെക്കുന്ന ചരിത്രങ്ങളുമുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം യൂറോപ്യൻ ഇൻഫ്ലുവൻസ് പോലും മുസ്ലിം ലോകത്തെ ആർക്കിടെക്ചറിൽ ഒരു കാലത്ത് സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് ആ പ്രദേശത്തെ ലോക്കലായ കൾച്ചറും ട്രഡീഷനും പോലും ഇസ്ലാമിൻ്റെ കൾച്ചറിനുള്ളിൽ, ഇസ്ലാമിൻ്റെ ആർക്കിടെക്ചറിൻ്റെയും ആർട്ടിൻ്റെയും വിവിധ മാനങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാവുന്നത്. അവിടെയാണ് ഇസ്ലാമിക് ആർട്ട് എന്നുള്ള ചോദ്യം വരുന്നത്. ഇസ്ലാമിക് ആർട്ട് എന്നതിന് മുസ്ലിങ്ങൾ മാത്രം ചെയ്ത ഇസ്ലാമിക ലക്ഷ്യത്തോടു കൂടിയും ഒബ്ജക്റ്റീവ് ആ ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്ത പ്രവർത്തനങ്ങളെയോ ആ മാനങ്ങളെയോ മാത്രം ആർട്ട് എന്ന് പറയുന്ന ആശയത്തിലേക്ക് ഒതുക്കുന്നത് ശരിയാവുകയില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് മസ്ജിദ് പോലെ, അതുപോലെ തന്നെ മദ്രസകൾ പോലെ, സൂഫി കേന്ദ്രങ്ങൾ പോലെ, വിവിധ സറായികൾ പോലെ, അതായത് മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടത് ഒഴിച്ചു നിർത്തിയാൽ പൊതുവായ ബിൽഡിങ്ങുകളും പൊതുവായ സറായികളും അതുപോലെ തന്നെ വലിയ കൊട്ടാരങ്ങളും കോട്ടകളും വലിയ പൊതുസ്ഥാപനങ്ങളുമെല്ലാം മുസ്ലിങ്ങൾ തന്നെ നിർബന്ധിച്ചു. ഇതെല്ലാം പ്രധാനമായും ബന്ധിതവും കൂടി ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയും ഇതിനെയും കൂടി പൊതുവെ ഇസ്ലാമിക് ആർട്ട് എന്ന് പറയുന്ന മാനത്തിലേക്ക് ഒതുക്കി വെക്കുകയാണ് പൊതുവെ സംഭവിക്കാറ്. അതുപോലെ തന്നെ മുസ്ലിം ഭരണ കാലഘട്ടത്തിൽ സംഭവിച്ചതിനെയും ചരിത്രപരമായി ഇസ്ലാമിക് ആർട്ട് എന്ന് പറയുന്ന ആശയത്തിലേക്കാണ് കൊണ്ടുവരാറ്. ഇവിടെ ഇസ്ലാമിക് ആർട്ടിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ചർച്ചയുണ്ടല്ലോ. അതായത് പലപ്പോഴും വളരെ വൈവിധ്യം നിറഞ്ഞ എന്നാൽ യൂണിറ്റിയുള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ ആർക്കിടെക്ചറിനെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരേ സമയം വൈവിധ്യവും കാണാം, അതേസമയം തന്നെ ഒരു യൂണിറ്റിയും കാണാം. പള്ളികൾ ഇതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. പ്രധാനമായും പള്ളികളിൽ ഇവർ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു നിർമ്മാണം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതിൽ ഒന്ന്, സ്വാഭാവികമായും പള്ളികളിലുള്ള മെഹ്റാബ് ഒരു എല്ലാ പള്ളിയിലും ഉണ്ടായിരിക്കും. മറ്റൊന്ന്, അത് ജുമാ നിസ്കരിക്കുന്ന പള്ളിയാണെങ്കിൽ ആണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ഹാൾ പോലെ വലുതായ ഒരു നിര അതിനുണ്ടാവും. അതുപോലെ തന്നെ ഒരു വുളു എടുക്കാൻ പറ്റുന്ന ഒരു ഫൗണ്ടെയിൻ അവരവിടെ ഫിറ്റ് ചെയ്യും. ഇത് പള്ളിയുടെ ഉൾഭാഗത്ത് സൈഡിലായിട്ടാണെങ്കിൽ പുറഭാഗത്ത് കുബ്ബയും മിനാരേറ്റുകളും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളും പള്ളിയുടെ സൈഡുകളിലായി പൊതുവേ ഉണ്ടാക്കാറുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു ചിത്രീകരണം പോലെയാണ് മസ്ജിദിൻ്റെ രൂപീകരണം എന്നവർ നിരീക്ഷിക്കാറുണ്ട്. അതായത് ഒരേ സമയം പള്ളി ശാന്തിയുടെ, ഓപ്പൺനെസ്സിൻ്റെ, സിംപ്ലിസിറ്റിയുടെ, തുറസായ രീതിയുടെ, ട്രാൻസ്പെറൻസിയുടെ എല്ലാത്തിൻ്റെയും സിമ്പലായി മാറുന്നു. അവിടെ ആർക്കും ഒരേ സമയം തന്നെ കയറി വരാൻ പറ്റുന്നു. ഇടുക്കുകളില്ലാത്ത വലിയ ഡോറുകളുള്ളതായി മാറുന്നു പള്ളികൾ. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് നോക്കിയാൽ അകത്തേക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്ന സംവിധാനത്തിലാകുന്നു പള്ളികൾ. ഇത്രയും തുറസായ ഓപ്പൺനെസ് പള്ളിക്കുണ്ടാകുന്നു. അതിൻ്റെ കൂടെ തന്നെ പള്ളി പുറം ഭാഗങ്ങളിൽ ഗാർഡനുകൾ സൃഷ്ടിക്കുന്നു. നമ്മൾ ഏതൊരു ഫോർട്ടിലും മുസ്ലിം ലോകത്ത് നിർമ്മിക്കപ്പെട്ട ഏതൊരു കോട്ടകളിലും ഏതൊരു കൊട്ടാരങ്ങളിലും ഏതൊരു പള്ളികൾ പോയാലും ഈ പറയുന്ന മാനങ്ങൾ നമുക്ക് അവിടെ പ്രത്യേകം ദൃശ്യമായിരിക്കും. അതായത് ഒരു പൂന്തോട്ടത്തിൻ്റെയും ഹൗളിൻ്റെയും
മിനാരറ്റിൻ്റെയും കുബ്ബകളുടെയും. മിനാരറ്റ് മുമ്പ് കാലങ്ങളിൽ ബാങ്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് പല ഭാഗങ്ങളിലും ഇന്ന് മയാ സോഫിയ പള്ളികൾ പോലെ, സലീമിയ, അഹമ്മദി, ബ്ലൂ മോസ്ക് പോലുള്ള അഹമ്മദ് മസ്ജിദ് പോലുള്ള വിവിധ മസ്ജിദുകളിലും മിനാരറ്റുകളിൽ നമ്മൾ ലൗഡ് സ്പീക്കർ വെക്കുന്നതോ അല്ലെങ്കിൽ മുമ്പ് മിനാരറ്റിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് പോലും ആ ഒരു ആശയം അതിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മുഴുവൻ റൗണ്ടും, അതായത് ഒരു പശ്ചാത്തലം പോലും അത്രയും ശാന്തസുന്ദരമായ വൃത്തിയുള്ള ആ ഒരു പശ്ചാത്തലത്തിലാണ് പള്ളികൾ പോലും നിർമ്മിച്ചിരുന്നത്. ഇങ്ങനൊരു പശ്ചാത്തലം അതിനുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ ഇസ്ലാം കാര്യങ്ങളെന്ന് നമ്മൾ പഠിക്കുന്ന ഏതൊരു 5 കാര്യങ്ങളിൽ പോലും അത് ആർട്ടിൽ ശക്തമായി, പ്രത്യേകിച്ച് ആർക്കിടെക്ചറിൽ പ്രതിഫലിച്ചിരുന്നു. ഇപ്പോൾ ഷഹാദത്ത് എന്നത് ഒരു മുസ്ലിമിൻ്റെ നിത്യജീവിത ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് കാലിഗ്രഫി എന്ന് പറയുന്നതിലെ പ്രധാന അംഗമായി മാറിയിരുന്നു. അതുപോലെ തന്നെ ഖുർആനും ഹദീസും ഈ പറയുന്നതും അതുപോലെ ഷഹാദത്തും ഇതേ പറയുന്ന പാഠഭാഗങ്ങളുമെല്ലാം ഈ ആശയത്തിൽ പ്രതിഫലിച്ചിരുന്നു. നമസ്കാരം, അതായത് പൊതുവേ മുസ്ലിം ഈ ഇസ്ലാമിക് ആർട്ടിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളിൽ ഈ മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ ഫിഗറുകൾ അവർ ചിത്രീകരിക്കില്ല എന്ന് പറയുന്ന ഒരു ധാരണ മുമ്പ് ശക്തമാണ്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നമസ്കാര രീതികളെ, സുജൂദിനെയും റുക്കൂവിനെയും അല്ലെങ്കിൽ അത്തഹിയാത്തിലിരിക്കുന്ന രീതികളെയും എല്ലാം ചിത്രീകരിച്ചുകൊണ്ട് ആയത്തുകളിലൂടെ, കാലിഗ്രഫിയിലൂടെ ഉള്ള ചിത്രീകരണം നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയും ഈ തരത്തിൽ ഫിഗറുകൾ ചിത്രീകരിക്കുന്ന കാലിഗ്രഫിയിൽ കൂടി ഒരു പ്രത്യേക പ്രതിഭാസം നമുക്ക് ഇസ്ലാമിൻ്റെ ആർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സക്കാത്തിൻ്റെ കാര്യം. അതായത് സക്കാത്ത് എങ്ങനെയാണ് ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ആർക്കിടെക്ചറിൽ അതിൽ നിന്നുള്ള സക്കാത്തിൻ്റെ ക്യാഷ് പള്ളികളിലും മദ്രസകളിലേക്കുമായി അത് വിതരണം ചെയ്യപ്പെടുകയും അത് ആർക്കിടെക്ചറിൻ്റെ വികാസത്തിൽ ഒരു വലിയ കാരണമായി തീരുകയും ചെയ്തു എന്ന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കൂടെ മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരു കലയെ, ആർക്കിടെക്ചറിനെ, ആർട്ടിനെ, അത് ഈ കാലിഗ്രഫി ഉള്ള ഈ പറയുന്ന വിവിധ മാനങ്ങൾ, ജിയോമെട്രിക്കലായിട്ട് ആവട്ടെ, കാലിഗ്രഫി ആവട്ടെ, പലതരം മാനങ്ങൾ ആർക്കിടെക്ചറിൽ പ്രതിഫലിക്കുന്നത് സ്വതക്കകളുടെയും സക്കാത്തിൻ്റെയും ഉള്ള ആ ക്യാഷിലൂടെയാണ്. ഒന്നുകിൽ പാറ്റേണുള്ള അല്ലെങ്കിൽ വ്യക്തിഗതമായ ഈ തരത്തിലുള്ള സംഭാവനകളിലൂടെ ആർക്കിടെക്ചറിന് ഒരു വികാസം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു തരത്തിൽ പരോക്ഷമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടാണെങ്കിലും സക്കാത്ത് ഈ പറയുന്ന ആർക്കിടെക്ചറിൻ്റെ വളർച്ചയിൽ കാരണമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹജ്ജ് എങ്ങനെയാണെന്ന് വെച്ചാൽ കഅബയെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണല്ലോ. നമസ്കാരം എന്നതുപോലും അത് കണക്ട് ചെയ്യപ്പെടുന്നത് ഈ നമ്മളുടെ മുസല്ലയുമായിട്ടാണ്. അതായത് മുസല്ല എന്ന് പറയുന്നത് തന്നെ ഒരു ആർട്ടിൻ്റെ പ്രധാന കേന്ദ്രമായി മാറി. പ്രത്യേകിച്ച് ആ മുസല്ല നിസ്കരിക്കുമ്പോൾ അവിടെ കഅബ, മദീന ചിത്രീകരിക്കുക, അതിൽ വിവിധ തരത്തിലുള്ള കൊത്തുപണികൾ ഉണ്ടാവുക, അതിനൊരു ആത്മീയ ചൈതന്യം രൂപപ്പെടുത്തുക, അതുപോലും ആ നമസ്കാരത്തിൻ്റെ ഭാഗമായി മാറുക. അതുപോലെ തന്നെ നോമ്പും ഇതേപോലെ തന്നെ നോമ്പിൻ്റെ സിംപ്ലിസിറ്റിയും നോമ്പിൻ്റെ സഹനവും ഈ പറയുന്ന ആർട്ടുകളിൽ വ്യക്തമായി എന്ന് പറയുന്ന വിശകലനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് കഅബയെ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ. അപ്പോൾ കഅബയെ തന്നെ ആർട്ടിൻ്റെ വിവിധ ഭാഗങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നു. അതായത് കഅബ വിവിധ കാലഘട്ടങ്ങളിലൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഉമർ അള്ളാഹുവിൻ്റെ കാലത്തും തുടങ്ങി പിന്നീട് അബ്ദുൽ മലിക്കിൻ്റെയും അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹുവിൻ്റെയും കാലഘട്ടം മുതൽ ഇക്കാലഘട്ടം വരെയും കഅബയുടെ വികാസം, അതിൽ അവർ സ്വീകരിക്കുന്ന രീതി, ആ എക്സ്റ്റൻഷന് അവരെടുക്കുന്ന നിർമ്മാണ മികവ്, എല്ലാത്തിലും അറബസ്ക് വർക്ക് ചെയ്യപ്പെടുന്നതും ഈ തരത്തിലുള്ള ഒരു കണക്ഷൻ, അതായത് നമ്മൾ ഇസ്ലാമികമെന്ന് പറയുന്നതിനെ ആർക്കിടെക്ചറിൻ്റെ വികാസത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകതയും അതിൻ്റെ ഇടയിലുണ്ട്. ഇങ്ങനെ വിവിധ തലങ്ങളിൽ അതിൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പത്തെ വികസിപ്പിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഇതിൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്നതുപോലെ തന്നെയാണ് എങ്ങനെയാണ് ഈ പള്ളികളുടെ വ്യത്യസ്തത. പള്ളികൾ തന്നെ വ്യത്യസ്തമായ രീതിയിലാണല്ലോ പണിയുന്നത്. അതായത് ചില പള്ളി സെൻട്രലായി കുബ്ബയും അതുപോലെ തന്നെ മിഹ്റാബ് പോലുള്ള സ്ഥലങ്ങളും അല്ലെങ്കിൽ പ്രധാന ഭാഗം പള്ളിയുടെ നടുക്കായി വരികയും ചുറ്റും വിവിധ ഭാഗങ്ങളായി വികസിക്കുകയും ചെയ്യുന്ന, ഉദാഹരണം അയാ സോഫി ബ്ലൂ മോസ്ക് പോലുള്ള മെഹ്മദ് ജാമി, അതായത്
മെഹ്മദ് മസ്ജിദ് പോലുള്ള തുർക്കി കേന്ദ്രീകൃതമായ 90% പള്ളികളും അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ പള്ളികളും ഒക്കെ അത് സെൻട്രലൈസ്ഡ് ചെയ്യപ്പെടുന്ന പള്ളികളായി മാറുന്ന ഒരു നിർമ്മാണ രീതിയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നാടുകളിലുള്ള ഈ പറയുന്ന നീളത്തിലുള്ള അവസാന മിഹ്റാബിലേക്ക് എത്തുകയും അതിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന വിശാലമായ ഭിത്തികളിലൂടെയും വിശാലമായ വാതിലുകളിലൂടെയും നിർമ്മിക്കുന്ന രീതികളുണ്ട്. ഇപ്പോൾ കൊർദോബ കേന്ദ്രീകരിച്ചിട്ടുള്ള പള്ളികൾ, പ്രത്യേകിച്ച് അൽഹംറ പാലസ് പോലുള്ള അവിടെയുള്ള വിവിധ പള്ളികളിലും നിരവധി തൂണുകളിലൂടെ പള്ളികൾ നിർമ്മിക്കുന്ന അതിൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പം വികസിപ്പിക്കുന്ന ആർക്കിടെക്ചറിൻ്റെ ഒരു മാനങ്ങൾ നമുക്കവിടെ കാണാം. ഇങ്ങനെ ലോക്കലായി നേറ്റീവായി വിവിധ കൾച്ചറും ട്രഡീഷനും ഒരേ സമയം തന്നെ മുസ്ലിങ്ങൾ അവരുടെ വിവിധ കാലഘട്ടങ്ങളിലൂടെ അവർ നിർമ്മിച്ചെടുത്ത ഈ കലയ്ക്ക് ആർക്കിടെക്ചറിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിഗ്രഫിയും അതുപോലെ തന്നെ ഈ ആർക്കിടെക്ചറിൻ്റെ പ്രധാന ഭാഗങ്ങളും സെറാമിക്കും ഈ ബൗളുകളിൽ ഇതേപോലെ കൊത്തിവെക്കുന്ന രീതികളും ഇതും ഭാഷാപരമായി തന്നെ ഒരു കണക്ഷനും കൂടി നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. പ്രധാനമായും 3 ഭാഷകളാണ് ഈ പറയുന്നതിൽ കൂടുതൽ വ്യക്തമാവുന്നത്. സ്വാഭാവികമായും അധികാര കേന്ദ്രീകൃതമായതുകൊണ്ട് ഒന്ന് മതപരമായി നല്ല ബന്ധമുള്ളതുണ്ട്, അറബി ഭാഷയും അതുപോലെ തന്നെ ഈ ഇറാൻ സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ ശക്തമായ അധികാരം നിലനിന്നിരുന്നത് കൊണ്ട് പേർഷ്യൻ ഭാഷയും, മാത്രമല്ല ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് പോലും മുഗൾ ഭരിച്ചിരുന്ന കാലത്ത് ഒഫീഷ്യലായി പേർഷ്യനാണ് സ്വീകരിച്ചിരുന്നത് കൊണ്ട് കാലിഗ്രഫിയിലും ഈ പറയുന്ന വിവിധ കൊത്തുപണികളിലും എല്ലാം ഈ പേർഷ്യൻ ഭാഷയുടെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തുർക്കി ഭാഷയിൽ, പ്രത്യേകിച്ച് ഈസ്റ്റേൺ യൂറോപ്യൻ ഭാഗങ്ങളിൽ അടക്കി വാഴുന്ന ഉസ്മാനിയ ഖിലാഫത്തും ആ ഒരു കാലത്ത് ശക്തമായി നിലനിന്നിരുന്നുകൊണ്ട് അധികാര ശ്രേണിയിൽ നിന്നിരുന്നത് കൊണ്ട് തന്നെ ആ ഭാഷയ്ക്കും അവിടെയും ശക്തമായ സ്വാധീനം അവർക്ക് ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ഭാഷകളുടെ ഒരു പ്രത്യേകതയും ഈ പറയുന്ന നിർമ്മാണത്തിൻ്റെയും ആ ഭാഷകളിലൂടെ എല്ലാം ഒരേപോലെ തന്നെ അറബി സ്റ്റൈലിൽ എഴുതുന്നത് കൊണ്ടും അതിൻ്റെ ഒരു പവിത്രത കീപ്പ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരേ സമയം ആർട്ടിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഈ നിർമ്മാണ മികവിൻ്റെ അങ്ങനെ വിവിധ ഭാഗങ്ങളിലായി വിവിധ മാനങ്ങളിലായി ഇസ്ലാമിൻ്റെ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ വിവിധ കാലങ്ങളായി രൂപപ്പെട്ട ഈ പറയുന്ന ആർക്കിടെക്ചറിലെല്ലാം നമുക്കത് വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളായി, പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിലാവട്ടെ, നമ്മുടെ ചേരമാൻ പെരുമാൾ പള്ളിയാവട്ടെ, അല്ലെങ്കിൽ താജ്മഹൽ, അതുപോലെ ജമാ മസ്ജിദ് ഷാജഹാൻ്റെ കാലത്തും മുഗൾ ഭരണകൂടത്തിൻ്റെ കാലത്തും, അല്ലെങ്കിൽ ആദിൽ ഷാഹി ഭരണകൂടത്തിൻ്റെ കാലത്തും, അങ്ങനെ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, കാശ്മീർ, ഇവിടെ സ്വന്തം ആസാമിൽ പോലും വിവിധ മേഖലകളിലുള്ള പള്ളികളിൽ പോലും നേറ്റീവായ കൾച്ചറിൻ്റെ ശക്തമായ സ്വാധീനം നമുക്ക് വ്യക്തമാണ്. ഇങ്ങനെ ഈ തരത്തിൽ വിവിധ പാരഡൈമുകളിലൂടെ ആർട്ടിൻ്റെ അതുമായി ബന്ധപ്പെട്ട സൗന്ദര്യ സങ്കല്പങ്ങൾ വ്യക്തമായിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പോയിൻ്റ്.